ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ചെയ്യുന്നത് ഹെയർ ഡ്രോയിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പാർട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ലൈൻ കാണാത്തതുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഗ്രിഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കുക എന്ന് അറിയത്തില്ലാത്ത ആൾക്കാണെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഗ്രിഡ് ലൈൻസ് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വരച്ച് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പെൻസിൽ ആർട്ട് ലൈനിൻ്റെ 6Bയും 8Bയും 10Bയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10B നമ്മൾ ഇടയ്ക്ക്, അതായത് ആ നെറ്റിയുടെ ചേർന്ന് വരുന്ന ഭാഗത്തൊക്കെ നല്ല ഡാർക്ക്നെസ് വരുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെയാണ് നമ്മൾ 10B യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്ക് ലൈറ്റ് ഷെയ്ഡ് മാത്രം മതി, അതായത് ഒരുപാട് കട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല മുടിയുടെ ഭാഗത്തൊക്കെ. പിന്നെ നിങ്ങൾ മുടി ഫുള്ളായിട്ടൊന്ന് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഓരോടിയൊന്നും പറയുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ കോട്ടൺ ബഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. എങ്കിൽ നമുക്ക് ആ മുടി ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാനിപ്പം ഓരോടിക്കൊന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര വീഡിയോ ഒരേപോലെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ വീഡിയോ കണ്ട് വരയ്ക്കുന്നേക്കാളും കുറച്ചുകൂടെ ഒന്ന് കേട്ടുകൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കുമ്പം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി ആ ഒരു ഡ്രോയിങ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളിതിൽ ഇടയ്ക്ക് ഓരോ ഗ്രിഡ് ലൈൻസ് മായ്ച്ച് പോകുന്നുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവിടേക്ക് ഞാൻ പറയാറുണ്ട്, നമ്മൾ മുടി വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഗ്രിഡ് ലൈൻസ് മായ്ച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ആ ഗ്രിഡ് ലൈൻസ് നമ്മൾ മുടി വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് മൂടി പൊക്കോളെന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പം ഇടയ്ക്കെല്ലാം കുറച്ച് ലൈറ്റിലിരിക്കുന്ന ഭാഗങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗ്രിഡ് ലൈൻസ് മായ്ച്ചില്ലെങ്കിൽ അതവിടെ കറക്റ്റായിട്ട് എടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ കാണും. അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് മായ്ച്ച് കൊടുക്കുന്നത്. അല്ലാത്ത ഫുള്ളായിട്ട് ഡാർക്ക്നെസ് വരുന്ന, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കറുത്ത മുടി വരുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രിഡ് ലൈൻസ് മായ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് വരച്ച് പോകുന്ന സമയത്ത് ആ ഗ്രിഡ് ലൈൻസ് അതിൻ്റെ അകത്ത് തന്നെ ഉൾക്കൊണ്ട് പോയിക്കോളും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്തിട്ട് തന്നെ ഓരോ തവണ യൂസ് ചെയ്യുക. കാരണം മുടി വരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് പെൻസിൽ നല്ല ഷാർപ്പ് ചെയ്താൽ നമുക്ക് ഓരോ മുടി പോലെ നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം അത് ഞാൻ പിടിക്കാതെ പറയുന്ന കാര്യം തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഡ്രോയിങ് നല്ല രീതിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ പറഞ്ഞ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം ട്രൈ ചെയ്യാനിരിക്കുക. മിക്കവരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല. അപ്പം അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മിസ്സായി പോകും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനും സാധിക്കത്തുള്ളൂ.
പിന്നെ ഇപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ ദിവസമായിട്ട് ചെയ്യാം. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ഡ്രോയിങ്ങും ഇനി ഈ ഒരു ചാനൽ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വ്യൂവേഴ്സും തീരെ കുറവാണ്. അപ്പം ഓരോ ഡ്രോയിങ്ങും ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് വ്യൂ കിട്ടുന്ന ആ ഒരു ഡ്രോയിങ് ഏതാണോ, ആ ഒരു ടോപ്പിക് ഏതാണോ, ആ ഒരു ടോപ്പിക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം കൂടുതൽ മുമ്പോട്ട് വരച്ച് പോകുന്നത്. മിക്ക ഡ്രോയിങ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമില്ലാണ്ട് എന്ന രീതിയിലായി പോവുകയാണ്. കാരണം ഒരു വ്യൂവേഴ്സും ഇല്ല, ആ ഒരു വീഡിയോ പിന്നീട് റീച്ച് ആകാതെ അവിടെ കിടന്ന് പോവുകയാണ്. അപ്പം കൂടുതൽ ഈ പറഞ്ഞാൽ എനിക്ക് വ്യൂ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് കൂടുതൽ വ്യൂ വരിക. അപ്പം അതേ സപ്പോർട്ട് തന്നെ നിങ്ങൾ ബാക്കിയുള്ള ഡ്രോയിങ് കൂടെ കാണുമ്പം തരികയെങ്കിൽ നമുക്ക് കൂടുതലും ഡ്രോയിങ് ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്. അപ്പം നമ്മളെല്ലാ ദിവസവും വീഡിയോ ചെയ്തിട്ടും പ്രത്യേകിച്ച് നമുക്ക് റീച്ച് അല്ലെങ്കിൽ ഒരു വ്യൂ വരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടും വീഡിയോ ഈ ഒരു ചാനൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ട് ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പാർട്ട് 3 നമുക്ക് വലിയ താമസിക്കാതെ ചെയ്യാം. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.